2026 ജനുവരി 30 ബാംഗ്ലൂരുവിലെ ഒരു ഓഫീസ് മുറി. വാതിൽ അകത്തു നിന്നും അടയ്ക്കുന്നു. പിന്നീട് കേൾക്കുന്നത് ഒരു വെടിയൊച്ച. അന്ന് മരിച്ചത് വെറും ഒരു ബിസിനസ്സുകാരനല്ല, ദി കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയ്. 100 കോടി രൂപയുടെ ആസ്തിയും ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളും വിദേശ രാജ്യങ്ങളിൽ തന്നെ വ്യാപിച്ച ബിസിനസ്സുകളും ഉള്ള ഒരു മനുഷ്യൻ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് കാരണം ജീവൻ ഒടുക്കുമോ? ഇത് വെറും ആത്മഹത്യയോ? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ദി ചാനൽ. ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ്, പിന്നീട് രാജ്യം അറിയുന്ന ഡോക്ടർ CJ റോയ്. പക്ഷേ ഈ പേര് ഒരു നാൾ ഹെഡ്ലൈൻ നിറക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സാധാരണ മലയാളിയായിരുന്നു. കൊച്ചിയിൽ ജനനം, ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ കുട്ടി. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളോ പാരമ്പര്യ കോടീശ്വരൻ പദവിയോ അദ്ദേഹത്തിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ണു തുറന്നതു മുതൽ കണ്ടത് ജീവിതത്തോടുള്ള പോരാട്ടമായിരുന്നു. CJ റോയുടെ അമ്മ ചെറിയ തോതിൽ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്നാണ് ആ ബാലൻ ഭൂമിയുടെ വില, ഇടപാടുകളുടെ ഗൗരവം, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നവ പഠിക്കുന്നത്. പിന്നീട് അതും തന്നെ പറയുന്നുണ്ടായിരുന്നു, ബിസിനസ് പഠിപ്പിച്ചത് കോളേജ് അല്ല, വീട് തന്നെയാണ്. അമ്മയുടെ കൂടെ രേഖകൾ നോക്കിയിരുന്നു, കണക്കുകൾ പരിശോധിച്ചിരുന്നു, ചെറിയ ചർച്ചകൾ കേട്ടു. റോയ് ഉള്ളിലെ ഒരു ബിസിനസ്മാനെ രൂപപ്പെടുത്തുകയായിരുന്നു. പഠനം കഴിഞ്ഞ ശേഷം CJ റോയ് നേരെ ബിസിനസ്സിലേക്ക് ചാടിയില്ല. അദ്ദേഹം കോർപ്പറേറ്റ് വേൾഡ് പഠിക്കാനാണ് തീരുമാനിച്ചത്. BPL, TVS ഇലക്ട്രോണിക്സ്, ഹെൽവെറ്റ് പക്കാർഡ് പോലുള്ള വലിയ കമ്പനികളിൽ ജോലി ചെയ്തു. അവിടെ നിന്നും ഡിസിപ്ലിൻ, സിസ്റ്റംസ്, റിസ്ക് കാൽക്കുലേഷൻ, ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ ഗൗരവമേറിയത് പഠിച്ചെടുക്കുന്നു. ജോബ് എന്നത് ജീവിത ലക്ഷ്യം അല്ലായിരുന്നു, അതൊരു പ്രിപ്പറേഷൻ മാത്രമായിരുന്നു എന്ന് പിന്നീട് റോയ് പറഞ്ഞിട്ടുണ്ട്. 2000കളുടെ തുടക്കത്തിൽ റോയ് ഒരു വലിയ തീരുമാനമെടുക്കുന്നു. സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. അന്നത്തെ കാലത്ത് എല്ലാവരും സിറ്റി സെന്ററിൽ ഭൂമി വാങ്ങുമ്പോൾ റോയ് തിരഞ്ഞെടുത്തത് ബാംഗ്ലൂരുവിന്റെ ഔട്ട്സ്കേർട്സ് ആയിരുന്നു. സർജാപൂർ റോഡ്, ആ കാലത്ത് ആളുകൾ അവഗണിച്ച സ്ഥലങ്ങൾ. അതെല്ലാം റോയ് കൈക്കലാക്കുന്നു. പലരും പറഞ്ഞ് ഇത് വലിയ ഗാമ്പിൾ ആണ്. പക്ഷേ റോയ്ക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഇന്ന് കാണുന്നില്ലെങ്കിൽ പോലും അവിടെ നാളെ നഗരങ്ങൾ ഉണ്ടാകും. അതാണ് റോയുടെ ഫോർസൈറ്റ്. അവിടെ നിന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ജനിച്ചത്. പേര് പറയുന്നത് തന്നെയാണ് ശരി, ദി കോൺഫിഡൻസ്, റോയിയുടെ കോൺഫിഡൻസ്. ആദ്യ പ്രോജക്റ്റുകൾ ചെറുതായിരുന്നു, പക്ഷേ ഡെലിവറി ശക്തവും. റോയുടെ ഒരു നിയമം, പ്രോമിസ് കൊടുത്താൽ അത് പാലിക്കണം. അത് തന്നെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ഇത്ര വേഗത്തിൽ വളർത്തിയത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇന്ത്യയിൽ, UAE, അമേരിക്കയിൽ തന്നെ പ്രോജക്ട്സ് ആരംഭിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ്, സിനിമ തുടങ്ങിയിടത്തെല്ലാം റോയ് എത്തി. പിന്നീട് മലയാളികൾ അദ്ദേഹത്തെ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയത് TV ഷോസിലൂടെയും സിനിമകളിലൂടെയുമാണ്. റിയാലിറ്റി ഷോസിൽ ഫ്ലാറ്റ് സമ്മാനമായി നൽകുന്നു, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, റെഡ് കാർപ്പറ്റ് അപ്പിയറൻസുകൾ. ഇതെല്ലാം ചേർന്ന് ഡോക്ടർ CJ റോയ് ഒരു ബിസിനസ്മാൻ മാത്രമല്ല, ഒരു പബ്ലിക് പേഴ്സണാലിറ്റി, ഒരു പബ്ലിക് ഫിഗർ തന്നെയായി മാറുന്നു. റോയ് ലക്ഷറി ഇഷ്ടപ്പെട്ടു. റോൾസ് റോയ്സ്, ബുഗാട്ടി, ലാംബോർഗിനി തുടങ്ങിയ കാറുകൾ സ്വന്തമാക്കുന്നു. ഒരു ബിസിനസ്മാൻ എന്നതിലുപരി ഒരു ലക്ഷറി സിംബലായി ഡോക്ടർ CJ റോയ് ദി കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ മാറുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ചെറുതായിരുന്നില്ല. 150ലേറെ വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്ടുകൾ, ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി, ഇന്ത്യയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണിൽ ഒരാൾ. ഇത്തരത്തിൽ ഒരു ലക്ഷറി സിംബിളായി ഡോക്ടർ CJ റോയ് അറിയപ്പെട്ടു. അദ്ദേഹം ഒരു ബിസിനസ്മാൻ എന്നതിലുപരി ഒരു കുടുംബസ്ഥനായിരുന്നു. അദ്ദേഹം വിവാഹിതനായിരുന്നു. ഭാര്യ ലീന റോയ്, 2 മക്കൾ, മകൻ രോഹിത് റോയ്, മകൾ റിയ റോയ്. പൊതുജീവിതത്തിൽ ആഡംബരം കാണിച്ചിരുന്നുവെങ്കിലും അടുത്തറിയുന്നവർ പറയുന്നത് കുടുംബത്തിൽ അതീവമായി സ്നേഹിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അത്രമേൽ വലിയ ഒരു ഷോക്കായിരുന്നു. 2025 ഡിസംബർ മുതൽ കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം ആരംഭിക്കുന്നു. പ്രധാന ആരോപണം അറിയപ്പെട്ട വരുമാനത്തെക്കാൾ കൂടുതലുള്ള ആസ്തികൾ, ദി ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ്. IT റെയ്ഡുകൾ ആരംഭിക്കുന്നു. ഓഫീസുകളിൽ, അനുബന്ധ സ്ഥലങ്ങളിൽ രേഖകൾ പിടിച്ചെടുക്കുന്നു. വിശദീകരണം ആവശ്യപ്പെടുന്നു. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. CJ റോയ് തുടർച്ചയായ മാനസിക സമ്മർദ്ദത്തിലാകുന്നു. പക്ഷേ ഇതൊരു ബില്യണിയറിനെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ശേഷം 2026 ജനുവരി 30 ദുബായിൽ നിന്ന് ഡോക്ടർ CJ റോയ് ബാംഗ്ലൂരുവിലേക്ക് മടങ്ങുന്നു. ലാംഗ്ഫോർഡ് റോഡിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തുന്നു. അദ്ദേഹം തന്റെ ക്യാബിനിലേക്ക് പോകുന്നു. സ്റ്റാഫിനോട് പറഞ്ഞത് അവസാന വാക്കുകളായി ഇതാണ്, എനിക്ക് അമ്മയോട് സംസാരിക്കണം. ശേഷം ക്യാബിനിലേക്ക് പോയ റോയ് റൂം അകത്തു നിന്നും അടയ്ക്കുന്നു. അവിടം നിശബ്ദമാകുന്നു. പെട്ടെന്ന് എല്ലാവരും കേൾക്കുന്നത് ഒരു വെടിയൊച്ചയാണ്. ഒരു നിമിഷത്തേക്ക് ആ ഓഫീസാകെ നിശബ്ദയിലാണ്ടുപോകുന്നു. ശേഷം അവർ വാതിൽ തള്ളി തുറക്കുന്നു.
തുറക്കുമ്പോൾ കാണുന്നത് ഓഫീസ് കസേരയിൽ ഇരിക്കുന്ന നിലയിൽ വെടിയേറ്റ CJ റോയിയാണ്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചത് തലയിൽ വെടിയേറ്റു എന്നായിരുന്നു. പക്ഷേ പിന്നീടുള്ള പോലീസ് ഫോറൻസിക് റിപ്പോർട്ടുകൾ പ്രകാരം വെടിയേറ്റത് നെഞ്ചിന്റെ ഇടതുവശത്താണ്. ക്ലോസ് റേഞ്ച് ഷോട്ട്, ഹെഡ് ഇഞ്ചുറി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ചോദ്യം. കുടുംബത്തിന്റെ വാദം ഇങ്ങനെയാണ്. CJ റോയിയുടെ സഹോദരൻ തുറന്നു പറഞ്ഞത് ഇൻകം ടാക്സ് അന്വേഷണത്തിന് പുറമെ അദ്ദേഹത്തിന് മറ്റൊരു വലിയ പ്രശ്നവും ഇല്ലായിരുന്നു. അദ്ദേഹം കടബാധ്യതകളിൽ മുങ്ങിയിരുന്നില്ല, ബിസിനസ് തകർച്ചയിലുമായിരുന്നില്ല. അപ്പോൾ എന്താണ് അവനെ തകർത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ ഇൻകം ടാക്സ് വകുപ്പിന്റെ IT ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു തരത്തിലുള്ള ഹരാസ്മെന്റ്സും ഉണ്ടായിട്ടില്ല, എല്ലാം നിയമപരമായി നടന്നു, നടപടികളെല്ലാം ലീഗലായിരുന്നു. പക്ഷെ ഈ രണ്ട് വാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കേസിനെ വിവാദമാക്കുന്നത്. CJ റോയിയുടെ മരണം വെറുമൊരു ക്രിമിനൽ കേസായി നിർത്തിയില്ല. കർണാടക സർക്കാർ SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. കേരള മുഖ്യമന്ത്രി വരെ ഇടപെട്ടു. ജുഡീഷ്യൽ പ്രോബ് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ നേതാക്കൾ ടാക്സ് ടെററിസം എന്ന ആരോപണം ഉന്നയിച്ചു. ഇതിനി ഒരു വ്യക്തിയുടെ മരണം മാത്രമല്ല, സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. CJ റോയിയുടെ മരണം ബാക്കിവെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു ബില്യനെയർ എന്തുകൊണ്ട് ലീഗൽ ബാറ്റിൽ നേരിടാതെ ജീവിതം അവസാനിപ്പിച്ചു? ഇൻകം ടാക്സ് അന്വേഷണത്തിൽ പുറത്തു വരാനിരുന്ന കൂടുതൽ ഗുരുതര കാര്യങ്ങളുണ്ടായിരുന്നു. SIT രൂപീകരിച്ചത് തന്നെ സംശയം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവല്ലേ? ഇവയെല്ലാം ഇന്നും ഉത്തരമില്ലാതെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സിനിമ പോലെയായിരുന്നു. സാധാരണ ജീവിതത്തിൽ നിന്ന് കോടീശ്വരൻ, ആഡംബര ജീവിതം, ശക്തിയും പ്രശസ്തിയും, പിന്നെ ഒരു ഓഫീസ് മുറിയിൽ ഒറ്റപ്പെട്ട മരണം. ഇത് ആത്മഹത്യ തന്നെയായിരിക്കാം, പക്ഷെ അതിന്റെ പിന്നിലെ കാരണങ്ങൾ ഇന്നും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. CJ റോയ് ഒരു ബിസിനസ്മാൻ മാത്രമായിരുന്നില്ല, ഒരു പവർഫുൾ ബില്യനെയർ തന്നെയായിരുന്നു. ഇതിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്: സിസ്റ്റം ശക്തരെയും ശ്വാസം മുട്ടിക്കുമോ, അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തിയുടെ തകർച്ച മാത്രമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. See you soon in another video.